أعوذ بالله من الشيطان الرجيم ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ആയത്ത് നോദിക്കേ, പഠിച്ച ആയത്ത്. സൂറത്തുൽ ഹജ്ജ് 28-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. ഇന്ന് അതിൽ ചില ഭാഗങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്, അടുത്ത ആയത്തിലേക്ക് പോകാനുണ്ട്. നമുക്ക് ആയത്തുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഞാൻ ഓതി തരുന്നത് പോലെ ഓതാം. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹ് ويذكر اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. وأطعموا البائس الفقير. നമ്മൾ ഒരു തവണ വിശദീകരിച്ചിട്ടുണ്ട്. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു, ദാലിന് പുള്ളി ഉണ്ടാവും, യദ്കുറു എന്ന് പറയരുത്. യദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് പറയാതെ അയ്യാമിന്റെ തൻവീനെ അടുത്ത മീമിലേക്കും കൂടി ചേർത്തിട്ട് ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അലാമ റസഖഹും എന്തിൽ മീമുണ്ട്, തൊട്ടടുത്ത് മീമാണ്. അപ്പൊ രണ്ടും കൂടി ഒന്നാക്കിയിട്ട് കട്ടി കൂട്ടണം. റസഖഹും മിൻ ബഹീമ, മിൻ ബഹീമ എന്ന് പറയില്ല. എന്തുകൊണ്ടാ? നൂന് സുക്കൂന് വന്നു. തൊട്ടടുത്ത അക്ഷരം ഏതായിരുന്നു? ബാ. അപ്പോ മിൻ ബ എന്ന് പറയുന്നതിന് പകരം നൂനെ മീമാക്കിയിട്ട് മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബായിസ, അവിടെ നീട്ടാണ്ട്, ബായിസൽ ഫഖീർ. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ثم ليقضوا تفثهم
ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. ഈ ആയത്തുകളിൽ പറഞ്ഞ വാക്ക് 28 ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവിടെ അവര് സന്നിഹിതരാവാൻ വേണ്ടി സാക്ഷിയാവുക. ഹജ്ജിന് വേണ്ടി വരുന്നതിനെ പറ്റി പറയാണ്. ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവർ അവിടെ അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വരാൻ പറയാൻ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഒരുപാട് പ്രയോജനം ഉണ്ടാവും. ഒരു മുഅ്മിൻ എപ്പോഴും ഉപകാരമുള്ള കാര്യങ്ങളാണല്ലോ അന്വേഷിക്കുന്നത്. ഹജ്ജ് അവന് ഒരുപാട് ഉപകാരം ഉണ്ടാക്കും. മാത്രമല്ല ഒരു മുഅ്മിനെ പറ്റി പറഞ്ഞു, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഏറ്റവും നല്ല ഉപകാരമുള്ളവനാണ്. നമുക്ക് ഉപകാരം ഉണ്ടാവണം, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം. വയദ്കുറുസ്മല്ലാഹ്, പിന്നെന്തിനാണ് ഹജ്ജിന് വരാൻ പറഞ്ഞത്? വയദ്കുറുസ്മല്ലാഹ്, സ്മരിക്കാനാണ്, നന്നായി ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്മല്ലാഹ്, അള്ളാന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടിയാണ്. തൽബിയത്തിലും തക്ബീറുകളിലും എല്ലാം ആ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ അത് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര ദിവസം? ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ടതായ മഅലൂമാത്തായ ദിവസങ്ങളിൽ. അറിയപ്പെട്ടതായ ദിവസങ്ങൾ ഹജ്ജിൻ്റെതായ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്, വിശദീകരിച്ചത്. പിന്നെ പറഞ്ഞത് അലാമാ റസഖഹും, എവിടെ ദിക്ർ ചൊല്ലാനാണ്? അലാമാ റസഖഹും, നിങ്ങൾക്ക് അവർക്ക് നൽകിയതിന്റെ മേൽ. റസഖ, അല്ലാഹു നൽകുന്നതിനാണ് റസഖ. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതിന് റിസ്ഖ് എന്ന് പറയും. അള്ളാഹു നൽകുന്നവനാണ് റസാഖ്. നമ്മളൊക്കെ അബ്ദുർ റസാഖാണ്, അള്ളാഹിന്റെ അടിമകളാണ്. അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് നൽകിയത്? മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നൽകിയിട്ടുള്ള ബഹീമത്തിൽ അൻആമിൽ നിന്ന്, കന്നുകാലികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് അവർക്ക് നൽകിയതിൽ അള്ളാനെ ഓർത്ത് ബിസ്മി ചൊല്ലി അറവ് നടത്തി അതിൽ നിന്ന് കഴിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അർത്ഥ സാധനം നമുക്ക് തിന്നാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഏത് കോലത്തിലുള്ളതാണ്? അറവ് ശരിക്കും നടത്തിയതാണോ ബിസ്മി ചൊല്ലിയതാണോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളോട് ഹലാലൻ തൊയ്യിബിന്റെ വിഷയത്തിലുള്ള പേടി നമുക്കുള്ളത്. അപ്പോ നമ്മള് ഒരു വസ്തുവിനെ, ഒരു ജീവിനെ നമ്മൾ കഴിക്കുന്നത് ഹലാലാക്കിയിട്ടാണ്, ഹലാലും തൊയ്യിബാക്കിയിട്ടാണ്. ബിസ്മില്ല കൊണ്ട് അറവ് നടത്തുക എന്നതാണ്, അള്ളാന്റെ നാമത്തിൽ ഉച്ചരിക്കപ്പെട്ടതാണ് നമുക്ക് അറക്കാൻ പറ്റും. വേറെ ഒരു അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പറയപ്പെട്ട, ഓർപ്പിക്കപ്പെട്ട, ബറക്കത്താക്കപ്പെട്ട് കൊടുത്ത ഒരു സാധനം നമുക്ക് തിന്നാൻ പറ്റില്ല. നമ്മുടെ പരിസരങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആണ്ടുകളുടെയും ഉറൂസുകളുടെയും ഒക്കെ ഭാഗമായിട്ട് അവിടെയൊക്കെ ഇഷ്ടം പോലെ മൃഗങ്ങളെ ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ തിരൂരെത്തിയ സമയത്ത് അവിടെ പാറാൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു നേർച്ച നടക്കുന്നുണ്ട്. ആ നേർച്ചയിലേക്ക് മലപ്പുറം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആട്, കോഴി ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ദർഗന്റെ മുമ്പിൽ വെച്ചിട്ട് ഇറക്കും. എന്നിട്ടത് പാചകം ചെയ്യും. എന്നിട്ട് അതിന്റെ ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് പല ജില്ലകളിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് ആൾക്കാർ ട്രെയിൻ വിളിച്ചു പോവുകയാണ്. അപ്പൊ എന്തിനാണ്? അത് അവിടുത്തെ നേർച്ച ഭക്ഷണത്തിന്റെ ബറക്കത്ത് കിട്ടാനാണ് പോണത്. ആ അറവ് എന്തിന്റെ പേരിൽ അറക്കുന്നത്? അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്കും പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സാധനം അറക്കുന്നത്.
എത്ര അബദ്ധങ്ങളൊക്കെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവന്റെ നാമമോർത്തുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകിയ ബഹീമത്തുൽ അൻആം, നിങ്ങളുടെ മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രധാനമായും ആട്, മാട്, ഒട്ടകങ്ങളാണ് അതിൽ പെടുക എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ ഭാഗമായി അറവ് വരുന്നുണ്ട്. അത് ദുൽഹിജ്ജ 10 അന്ന്, യൗമുൻ നഹറിന്റെ അന്ന് അവർക്ക് അറവുണ്ട്. അതുകൂടെ അവർക്ക് ഹജ്ജിന്റെ ഭാഗമായിട്ട്, നമുക്ക് ബലിപെരുന്നാളിന്റെ ഭാഗമായിട്ട് അവിടെ അറക്കുന്ന ഹജ്ജിന് അറക്കുന്ന ഹാജിമാര് അവരുടെ ഇത് ചിലപ്പോൾ അവർക്ക് തന്നെ തിന്നാനൊന്നും കിട്ടിക്കോളണമെന്നില്ല. കിട്ടുകയാണെങ്കിൽ അവർക്ക് കഴിക്കാം. പക്ഷേ അവിടെയുള്ള മാംസം അധികവും വിദേശ രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന, കഷ്ടപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് വളരെ സേഫായി വൃത്തിയാക്കിയത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് ആ ഒരു ഹജ്ജിന്റെ ഭാഗമായി സ്വതക്ക ചെയ്യുന്നത്. നമ്മളതിനെ അറവ് നടത്തുന്നൊന്ന് മാത്രം കാണരുത്. അതിന്റെ മാംസം ആഫ്രിക്ക പോലെയുള്ള പ്രദേശങ്ങളിലെ സാധുക്കൾക്കാണ് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നതാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ കഴിക്കണം. ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ കഴിക്കണം. വഅത്ഇമൂ, നിങ്ങൾ കഴിപ്പിക്കണം, നിങ്ങൾ കഴിക്കണം, നിങ്ങൾ കഴിപ്പിക്കണം. ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കണം. വഅത്ഇമൂ, നിങ്ങൾ ഭക്ഷിപ്പിക്കണം. ആരെ? അൽ ബാഇസൽ ഫഖീർ, ബായിസായ ഫഖീറായ മനുഷ്യന്മാരെ. ബായിസ് പരമമായ ദരിദ്രാവസ്ഥയുള്ളയാള്, അല്ലെങ്കിൽ പരവശനായി കഷ്ടപ്പെടുന്നയാള്, നല്ല കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആള്. അൽ ഫഖീർ, നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നയാള്. അതിനൊക്കെ തഫ്സീറുണ്ട്. നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, നല്ല കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ ആ അറവ് മൃഗത്തിന്റെ മാംസം കഴിക്കാൻ കൊടുക്കും വേണം. നിങ്ങൾ അതിൽ നിന്നെടുത്ത് കഴിക്കും വേണം. എന്നിട്ടോ അത് കഴിഞ്ഞാൽ, ആ അറവും കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞാൽ, പിന്നെ അവർ നിർവഹിക്കട്ടെ. ഖളാ നിർവഹിക്കണം. പിന്നെ അവർ നിർവഹിക്കട്ടെ. തഫസഹും, അവരുടെ തഫസ് നിർവഹിക്കട്ടെ. തഫസ് എന്ന് പറഞ്ഞാല് അറബിയിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നഫസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യണതിനാണ് തഫസ, നഫസ എന്നൊക്കെ പറയാം. ഇവിടെ ഇപ്പൊ എന്ത് മാലിന്യം ഉണ്ടാവുക? ഇവിടെ ഉംറക്ക് പോയവന്, ഹജ്ജിന്റെ പോയ ആളായിട്ടുണ്ടാവുന്ന മാലിന്യങ്ങൾ, അവൻ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നഖം വെട്ടാൻ പറ്റൂല, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മുടി നീക്കം ചെയ്യാൻ പറ്റൂല, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യാൻ പറ്റൂല, അവൻ സാധാരണ ഉപയോഗിക്കുന്ന നോർമൽ ഡ്രസ്സ് അവൻ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനാ പറയുന്നത്. അവന് നീക്കം ചെയ്യാനുള്ള മാലിന്യങ്ങൾ നീക്കിയിട്ട് അവൻ വൃത്തിയായി മാറണം. ആകെ പൊടി പിടിച്ചു, നിങ്ങൾക്കറിയാലോ ഹജ്ജിന്റെ സമയത്തൊക്കെ ആകെ പൊടിയിലായിരിക്കും. പിന്നെ എല്ലാ സമയത്ത് പോയിരുന്ന് കുളിക്കാനൊന്നും കഴിഞ്ഞോളന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരവസ്ഥ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കഠിനാധ്വാനം ചെയ്യപ്പെട്ട ദിവസങ്ങളായിരിക്കും. ഒന്ന് ഫ്രഷ് ആവാൻ, നീക്കം ചെയ്യാനുള്ള മുടിയും നഖവും ഒക്കെ വൃത്തിയാക്കി നീക്കം ചെയ്യാനാണ് പറയുന്ന വാക്ക്. പിന്നെ അവരുടെ മാലിന്യങ്ങൾ അവർ നീക്കട്ടെ, അഴുക്കുകൾ അവർ നീക്കിക്കളയട്ടെ. അവർ പൂർത്തിയാക്കട്ടെ, നിറവേറ്റട്ടെ. നുദൂറഹും, അവരുടെ നേർച്ചകൾ, അവരുടെ വഴിപാടുകൾ. ഇനി അവിടുന്ന് അങ്ങോട്ട് ഹജ്ജിന്റെ ബാക്കിയുള്ള വഴിപാടുകൾ, നദൂറുകൾ ഉണ്ടാകും. ചിലപ്പോ ഹജ്ജിന്റെ കർമ്മമായിട്ട് കഫാറത്തായിട്ട് ചിലപ്പോൾ നേർച്ചകൾ ഉണ്ടാകും. എത്ര ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാനുള്ള നേർച്ച ഉണ്ടാവും. എന്തെങ്കിലും കഫാറത്തുണ്ട് വെച്ചെങ്കിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടാവും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലംഘിച്ചാൽ ഒരു അറവുമുഖത്തിന് അറക്കണം എന്നുള്ള നിയമം ഉണ്ടാവും. അങ്ങനെയുള്ള പല നുദൂറുകൾ ഉണ്ടാവും. അതൊക്കെ അവരവിടുന്ന് പൂർത്തിയാക്കട്ടെ. അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. ആ പുരാതനമായ ഭവനത്തെ, അതീഖ് പൗരാണികമായ, പുരാതനമായ, വിമുക്തമായ ആ ബൈത്തിനെ, ഭവനത്തിനെ അവർ തവാഫ് ചെയ്യുകയും വേണ്ടതുണ്ട്. അപ്പോ ആദ്യം പറയേണ്ടത്, അവർ അതിൽ നിന്ന് ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ആ ഭാഗത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ശ്രദ്ധിച്ചൊളിഞ്ഞ ഉളുഹിയത്തൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ചർച്ച അതിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്,
നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളൂ, അതിൽ നിന്ന് നിങ്ങൾ കഴിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മൃഗങ്ങളെ തന്റെ ഈ ആയത്ത് തെളിവാണ്. മിൻ ദഹബിൻ ഇലാ വുജൂബിൽ അക്ലി മിനൽ ഉളാഹി, ഉളുഹിയത്താക്കപ്പെട്ട ഇറച്ചിയിൽ നിന്ന് ഉളുഹിയത്ത് ചെയ്യുന്ന വ്യക്തിക്ക് തിന്നാം. നമുക്ക് തിന്നാൻ പറ്റാത്ത നമ്മുടെ സ്വതക്ക ഏതാണ്? നേർച്ച. ഞാനൊരു ആടിനെ നേർച്ചയാക്കുന്നു, അള്ളാന്റെ മാർഗത്തിൽ അതിന്റെ മാംസം വിതരണം ചെയ്ത് കൂലി കിട്ടണമെന്ന് വിചാരിച്ചു. ആ മാംസത്തിന് എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അത് ഫുള്ള് കൊടുക്കണം. എന്നാൽ മറ്റുള്ള ഉദ്ഹിയത്ത്, അഖീഖ, സ്വദഖ, മറ്റുള്ള ഏതെങ്കിലും ആണെങ്കിൽ അതിനൊക്കെ ഒരു വിഹിതം നമുക്ക് എത്ര എടുക്കാന്ന് കൂടി ചർച്ച ചെയ്യാം. അങ്ങനെ എടുത്തു കഴിക്കാം. വഹുവ ഖൗലുൻ ഗരീബ് വല്ലദീ അലൈഹിൽ അക്സറൂൻ അന്ന മിൻ ബാബിർ റുഹ്സതി അബിൽ ഇസ്തിഹ്ബാബ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല, പക്ഷേ മുസ്തഹബാണ്, അനുവദനീയമാണ്, സുന്നത്താണ്. كما ثبت ان رسول الله صلى الله عليه وسلم لما نهر, നബി തങ്ങൾ ഹജ്ജിന് പോയി, അവിടുന്ന് ഒരു മൃഗത്തിനെ അറുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? ഹദിയഹു അംരിൻ മിൻ കുല്ലി ബദനത്തിൻ ബിബുളഅത്തിൻ ഫതതബഖ്, അതിൽ നിന്ന് കുറച്ച് എടുത്ത് നബി തങ്ങൾ പാചകം ചെയ്ത് ഫഅകല മിൻ ലഹ്മിഹാ, അതിൽ നിന്ന് കുറച്ച്, അവർക്ക് വേറെ ഭക്ഷണമൊന്നുമില്ല, അവർ അതിൽ നിന്ന് ലേശം മാംസം എടുത്ത് കഴിച്ചു. അപ്പോ അതിന്റെ ആ അറവ് മൃഗത്തിന്റെ ഒരൽപ്പം മാംസം എടുത്ത് നബിതങ്ങൾ കഴിച്ചു എന്നത് ഉദ്ഹിയത്തിന്റെ മാംസം കഴിക്കാമെന്നതിന്റെ സുന്നത്തിൽപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു വഹബ് റഹിമഹുല്ല പറയാണ്, ഞാൻ ഒരിക്കൽ ഇമാം മാലിക്കിനോട് ചെന്നിട്ട് ഇങ്ങനെ ഈ കാര്യം ചോദിച്ചു, അങ്ങനെ നമുക്കൊക്കെ എടുക്കാൻ പറ്റുമോ ഉദ്ഹിയത്തിന്റെ മാംസത്തുനിന്ന്? ഇമാം മാലിക് എന്നോട് പറഞ്ഞു, അഹബ്ബു അൻ യഅകുല മിൻ ഉദ്ഹിയതിഹി, അല്ലെങ്കിൽ ഉഹിബ്ബു അൻ യഅകുല മിൻ ഉദ്ഹിയതിഹി, ഉദ്ഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് കഴിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ലിഅന്നല്ലാഹ യഖുൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളൂ. അതുകൊണ്ട് അത് കഴിക്കുന്നതിൽ ഒരു കുറ്റവും ഇല്ല. പിന്നെ എന്താ വിഷയമുള്ളത്? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? തിന്നോളൂ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പണ്ട് മുശ്രിക്കീങ്ങൾ, കാനൽ മുശ്രികൂൻ ലാ യഅകുലൂന മിൻ ദബാഇഹിം, അവര് ഉദ്ഹിയത്ത് പോലെ അവർ എന്തെങ്കിലും ഒരു ബലികർമ്മം, ആരാധനയുടെ ഭാഗമായിട്ടൊരു ബലികർമ്മം എന്തെങ്കിലും അവിടെ വെച്ച് ചെയ്താല് പിന്നെ അതിന് ഒരു കഷ്ണം പോലും അവർ കഴിക്കൂലായിരുന്നു. അവരിത്തരത്തിൽ പലതും ചെയ്യും, ഉദ്ദേശങ്ങളൊക്കെ വേറെ ആയിരിക്കും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇളവ് കൊടുത്തു, അതിൽ നിന്ന് കഴിക്കാം. നോക്കി, നിങ്ങൾ കയ്യിൽ അവർക്ക് ഭക്ഷണം വേറൊന്നുമില്ല, കയ്യിൽ അറുത്തൊരു മൃഗമുണ്ട്, എന്നിട്ടും അവർക്ക് നിന്ന് കഴിക്കാൻ പറ്റിയിരുന്നില്ല. അവരുടെ നിയമപ്രകാരം, പോലെ ജാഹിലിയത്തിൽ നിയമമായിരുന്നു. എന്നാൽ ഇസ്ലാം വന്നപ്പോ പറഞ്ഞു, നിങ്ങൾക്കത് കാണാൻ മാത്രമല്ല, നിങ്ങൾക്കത് എടുത്ത് കഴിക്കാം. ഫമൻ ഷാ അകൽ, ഉദ്ദേശിക്കുന്നവരെടുത്ത് കഴിച്ചോട്ടെ. വമൻ ലം യശ ലം യകുൽ, ആർക്കെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അവർ കഴിക്കാതിരുന്നോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷേ പാടില്ല എന്ന് പറയാൻ അധികാരമില്ല. ഇനി അത് മാത്രമല്ല കേട്ടോ, ആ നിയമത്തിൽ നോക്കി ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അടുത്തത് വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കണം, ഉദ്ഹിയത്തിന്റെ മാംസം ഭക്ഷിപ്പിക്കണം. രണ്ട് വിഭാഗത്തിനാണ്. അൽ ബാഇസ്, ബാഇസിനെയും വൽ ഫഖീർ, അൽ ബാഇസ് അൽ ഫഖീർ, ഫഖീറായ ബാഇസായ ആൾക്ക് കൊടുക്കണം. അൽ ബാഇസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയാണ്, ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹുവൽ മുൽതറു അല്ലദീ യദ്ഹറു അലൈഹിൽ ബുസ്, നല്ല കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അയാളെ ബാഇസ് എന്ന് പറയും. അയാൾക്ക് രോഗമുണ്ട്, കുടുംബം നോക്കണം, ഒരുപാട് പണച്ചെലവുണ്ട്, നല്ല കഷ്ടപ്പാടിലായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ വീടുണ്ടാകാം, ജോലി ഉണ്ടാകാം, എന്നാലും അയാളുടേതായ ജീവിത പ്രതിസന്ധി കൊണ്ട് കഷ്ടപ്പെടുന്നവനാണോ അവൻ ബാഇസ. രണ്ട് അൽ ഫഖീറാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ അൽ മുതഅഫിഫ് ഹുവല്ലദീ ലാ യബ്സുതു യദ, പരിശുദ്ധി കാരണം കൊണ്ട്, അഭിമാനം കാരണം കൊണ്ട് ഒരാളോടും പോയിട്ട് ചോദിക്കാൻ മടിക്കുന്നവനാണ് ഫഖീർ.
എനിക്ക് ലേശം ഇറച്ചി തരുമോ എന്ന് ചോദിക്കൂല. നിങ്ങളെ പള്ളിയിൽ നിന്ന് ഇറവുണ്ടാകുമ്പോ എന്നെ കൂടി ഇടണട്ടോ എന്ന് പറയില്ല. എന്നാ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് അയാളൊരു കഷ്ടതയിലാണെന്ന് മനസ്സിലാക്കി, ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടെ, അതാണ് നമ്മൾ ഇരുന്ന് ഉദ്ഹിയത്തിന്റെ മുമ്പ് ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്തുണ്ടാക്കേണ്ട ലിസ്റ്റാണ്. ഈ കൂട്ടത്തിൽപ്പെട്ടവര് നമ്മളെ നാട്ടിലുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോ നമ്മളെ നാട്ടിലിപ്പോ എന്താണ് നോട്ടിക്കണത്? ഇറച്ചോണ്ട് കൊണ്ടുപോയി കൊടുത്ത ഓ അങ്ങോട്ട് പറയപ്പെടാൻ സ്ഥലമല്ല, എനിക്ക് വേണ്ട, അങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്യണത്? പിന്നെയും കൊണ്ടുപോയി കൊടുക്കുന്നത്. ഫ്രിഡ്ജിന് ഡിമാൻഡുള്ള സമയമാണ് ആ സമയത്ത്. എന്നാൽ ഒരു കിറ്റ് കിട്ടിയിരുന്നെങ്കിലെന്ന് കൊതിക്കണ ആരൊക്കെയോ നമ്മുടെ പരിസരത്തുണ്ട്. അവിടേക്ക് നമ്മളാരും പോയോക്കണില്ല. ആലോചിക്കാൻ മതി. അങ്ങനത്തെ ഏരിയകളുണ്ട്, അത് അങ്ങനത്തെ ആളുകളുണ്ട്. അവരെ കണ്ടെത്താൻ കഴിയാന്നുള്ളതാണ് ഒരു മഹലിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ അത് അതിനകത്ത് മഹലിൽ ആൾക്കാർക്ക് ഒന്നും കൊടുക്കേണ്ടെന്നല്ല, അതൊക്കെ വേണം. അതിന് പുറമെ നമ്മൾ കാണേണ്ടത് അർഹിക്കപ്പെടുന്ന, കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് അത് എത്തിക്കിട്ടുക എന്നുള്ളത് വലിയ കാര്യം. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫജുസുഹാ നിസ്ഫൈനി. ചില പണ്ഡിതന്മാർ പറഞ്ഞു പകുതി എടുക്കാം. ബാക്കി വരട്ടെ. വൽ ഖൗലുൽ ആഖർ, മറ്റൊരു ഭാഗം, അന്നഹാ തജ്സഉ സലാസത അജ്സാഇൻ. മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും പറയാറുള്ളത് മൊത്തം മാംസത്തിനെ നിങ്ങൾക്ക് 3 ജുസ് ആക്കാം, 3 ഭാഗമാക്കാം. സുലുസുൽ ലഹു, 1/3 ഭാഗം ആ സാധുവിന്, ആ ഉദ്ഹിയത്തിന് കൊടുത്ത ഷെയർ കൂടിയ കുടുംബത്തിന് എടുക്കാം. വസുലുസുൻ യഹ്ദി, ബാക്കി 1/3 ഭാഗം എടുത്തിട്ട് ഹദിയ ചെയ്യാം. വസുലുസുൻ യതസദ്ദഖു ബിഹി, മറ്റൊരു ഭാഗം സ്വതക്കയായിട്ട് ചെയ്യാം. എന്നാണ് 2 ഭാഗം സ്വതക്കയിലേക്ക് നീങ്ങണം, 1 ഭാഗം ആ കുടുംബത്തിന് എടുക്കാം. ഇതാണ് ഉലമാക്കന്മാർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ അകൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് പ്രമാണമുണ്ട്, രേഖയുണ്ട്, തെളിവുണ്ട് എന്ന് ബോധ്യപ്പെടാൻ കൂടിയാണ്. ശരി, അടുത്ത ആയത്ത് നോദിക്കേ. സുമ്മൽ യഖ്ളൂ നോദിക്കേ. സുമ്മൽ യഖ്ളൂ തഫസഹും വൽയൂഫൂ നുദൂറഹും വൽയത്തവഫൂ ബിൽ ബൈത്തിൽ അതീഖ്. സുമ്മ, പിന്നീട്, സുമ്മൽ യഖ്ളൂ തഫസഹും, അവർ അവരുടെ മാലിന്യങ്ങളെ നീക്കട്ടെ. ഹുവ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുവ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വദഉൽ ഇഹ്റാം മിൻ ഹൽഖിർ റഅസ്, ഇഹ്റാം എന്ന് പിന്തിരിഞ്ഞ് തലമുണ്ടനം ചെയ്യലാണ്. വലബ്സു സിയാബ്, അവൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കലാണ്. വഖസ്സുൽ അദാഫിർ, നഖം വെട്ടി വൃത്തിയാക്കലാണ്. അപ്പോ ഉംറക്ക് പോയ മനുഷ്യൻ, ഹജ്ജിന് പോയ മനുഷ്യൻ, അവന്റെ അറവ് കഴിഞ്ഞാൽ ഹജ്ജിന്റെ ആള് തല മുടി വൃത്തിയാക്കി മൊട്ടടിക്കണം. ഉംറക്ക് പോയവന് സഅയ് കഴിഞ്ഞ സഫാ മർവയിൽ നിന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തലമുടി മൊട്ടയടിക്കണം. കുറെ ആൾക്കാർ ഉംറക്ക് പോകാൻ മടിച്ചിരിക്കണത് മൊട്ടടിക്കണല്ലോ എന്ന് ബേജാറായിട്ടാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകന്റെ കഴുത്തറക്കാൻ മടി കാണിച്ചില്ലാന്ന് പറഞ്ഞു. നമുക്ക് തലയത്ത് മുടി കളയാൻ മടി കാണിച്ചിട്ട് നമ്മൾ നടക്കുന്നത്. ഒരാള് ഉംറക്ക് കൂടെ വന്ന, അയാള് ഭാര്യ ഉണ്ടായിരുന്നു, 80,000-86,000 രൂപ ചെലവാക്കിയിട്ടാണ് ഒരാൾക്ക് അന്ന് ടിക്കറ്റ് റേറ്റ്. ഉംറ കഴിഞ്ഞ് വന്ന് എല്ലാവരും തുണികുപ്പായൊക്കെ മാറ്റി വെക്കുമ്പോൾ മൂപ്പര് സുന്ദരനായിട്ട് മുടിമ തൊട്ടിട്ടില്ല, എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായി മൂപ്പര് ലെവലായി വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ മുടി? അത് ഞാന് ഇവിടുന്നൊരു കഷ്ണം കുറിച്ചിട്ടുണ്ട് ഓടിന്റെ കഴിഞ്ഞു. അങ്ങനെ കറപ്പിച്ച് തേച്ച് ചായം പൂശിട്ട് നടക്കണം. അപ്പൊ അതിനെ തൊട്ടാൻ മൂപ്പർക്ക് മനസ്സ് വരുന്നില്ല. വേറെ ലൈനൊക്കെ റെഡിയാണ്, ഇറാഖുഹ കയറാൻ തയ്യാറാണ്, മുടി കളയാൻ തയ്യാറല്ല. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് ഉംറക്ക് വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ അന്ന് പറയാണ്, ഒരു തലമുടി മുഴുവനായി മുണ്ടനം ചെയ്തു. മുണ്ടനം ചെയ്യാൻ മൊട്ടടിച്ച് കൃത്യമാക്കി, അതാണ് അതിന്റെ പൂർണ്ണത. അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോ കുറേ മുണ്ടനം ചെയ്തവരൊക്കെ സ്വഹാബത്ത് ഇങ്ങനെ കണ്ടപ്പോ നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ തലമുണ്ടനം ചെയ്തവർക്ക് കാരുണ്യം കൊടുക്കണേ. അപ്പൊ കുറച്ചാൾക്കാർ പിന്നെ കൂടെ വന്നിട്ട്, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ആരാണ് അവര്? അവർ തലമുടി മുണ്ടനം ചെയ്യാൻ പറ്റാത്തവരൊരു വെട്ടിയിട്ടുള്ളൂ. വെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് വെട്ടണം, അല്ലാതെ 2 സൈഡിൽ നിന്ന് ഓരോ കഷ്ണം വെട്ടലല്ല, മുടി മുഴുവനായിട്ട് വെട്ടി നീക്കണം. അപ്പൊ ഈ മുടി വെട്ടി ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നബി ഞങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ തലമുണ്ടനം ചെയ്തവർക്ക് കരുണ കൊടുക്കണേ.
വീണ്ടും ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ തവണ വൽ മുഖസ്സിരീൻ എന്ന് മാത്രം പറഞ്ഞു. എന്താ അർത്ഥം? മുടി വെട്ടി ചെറുതാക്കിയോൽക്കും എന്ത് പറഞ്ഞില്ല? അല്ലാഹുമ്മ റഹമിൽ മുഖസ്സിരീൻ എന്ന് പറഞ്ഞു. അതിനർത്ഥം അതിനെ ഒന്ന് ചെറുതായിട്ടാണ് കണ്ടത്. ഏറ്റവും അഫ്ളൽ ഏതാണപ്പോ? തലമുണ്ടനം ചെയ്യലാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ ഒരു കർമ്മത്തിന് അത് ഇനി വേറെ കാര്യം കൂടി അതിലുണ്ട്. നമ്മൾ ചില ആൾക്കാരുണ്ട്, ഇത് കുറച്ച് ഓവറായ ആൾക്കാരുണ്ട്. ഓല പണി മാസം മാസം പോയി മൊട്ടടിക്കുക. അത് പാടില്ലാത്ത, അത് സ്റ്റൈലിന്റെ ഭാഗമായാലും വേണ്ടില്ല, എന്തിന്റെ ഭാഗമായാലും വേണ്ട. പിന്നെ ഒരു ചികിത്സന്റെ ആവശ്യമായിട്ട് ഒരാൾക്ക് മുടിയിൽ തലേന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാട്ടിൽ നമ്മളെ കുട്ടിനെയും ഇടക്കിടക്ക് പോയി മൊട്ടടിക്കുന്ന പരിപാടി പാടില്ല. ഞാനോ അപ്പൊ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? തലമുടി ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ മുണ്ടനം ചെയ്യുന്ന അവസ്ഥ നല്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ശീലമുണ്ടെങ്കിൽ അത് പാടില്ല. അതിങ്ങനെ ചില ഇബാദത്ത്. അതുകൊണ്ടാണ് പിറവു മുടി നീക്കൽ, അത് തലമുണ്ടനം ചെയ്യല. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് തലമുണ്ടനം ചെയ്യല. വേറെ എവിടെയെങ്കിലും ഹദീസുകളിൽ നിങ്ങൾ തലമുണ്ടനം ചെയ്യാന്ന് പഠിപ്പിക്കുന്നുണ്ടാവില്ല. വെട്ടി അതിന് വൃത്തിയാക്കുക എന്നാ പറയാ. ചില ആൾക്കാരാണെങ്കിലോ തലമുടി തൊടേ ചെയ്യാത്ത ആൾക്കാർ, അത് കടന്നൽ കൂട് പോലെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിടക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ, അത് മാത്രമായി മോഡലായി കണ്ടുകൊണ്ട് നടക്കുന്ന നമ്മൾ പുതിയ തലമുറയിലേക്ക് അടുത്തപ്പെടുത്തൊരു യതീംഖാനയിൽ പോയി. ഈ കുടുംബത്തിൽ നോക്കാൻ ആളില്ലാതെയാണ് ഏറ്റവും ഈ പാവങ്ങളെ ഓർഫനേജ് കൂടുന്നത്. അവിടുത്തെ വാർഡൻ പറയുകയാണ്, ഉസ്താദെ ഒക്കെ സഹിക്കാം, വരെ മുടി വെട്ടിക്കാനാണ് ബുദ്ധിമുട്ട്. മുടി വെട്ടിച്ചാൽ 2 ദിവസം ഉസ്താദിനോട് മുണ്ടൂല, ചോറയ്ക്കൂല, ഭയങ്കര ദേഷ്യം, കളിക്കാനൊന്നും പോവില്ല. അപ്പൊ എന്താണ് ചോദിച്ചാൽ, സ്കൂളിൽ ചെന്നാൽ എല്ലാ കുട്ടികളും ഇങ്ങനെ കോലം കെട്ടാണല്ലോ നടക്കുന്നത്. അപ്പൊ ഇവൻക്ക് ഇതിനൊന്നും പറ്റണില്ലല്ലോ, ഞാൻ യതീംഖാനയിലായതുകൊണ്ട്, ഞാൻ ഇവിടുത്തതിനായതുകൊണ്ട് പറ്റണില്ലല്ലോ എന്നുള്ള ദേഷ്യവും ഈർഷ്യതയൊക്കെ കാരണം കൊണ്ടാണ് അത്ര ഒരു മുടി ഒന്ന് വൃത്തിയാക്കി വെട്ടിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത. ഹജ്ജിന്റെ ഭാഗമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ഇതിന് ഏറ്റവും വലുത് അള്ളാന്റെ ഇഷ്ടവും പൊരുത്തവും മഹത്വം. അതിനുവേണ്ടി തന്റെ വൃത്തിയുള്ള തലമുടി മുണ്ടനം അവർ ചെയ്ത് മാലിന്യം കളയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ വൽയൂഫു നുദൂറഹും എന്ന് പറഞ്ഞാൽ നദറുൽ ഹജ്ജി, ഹജ്ജിന്റെ എന്തെങ്കിലും നേർച്ചകൾ ഉണ്ടെങ്കിൽ, വൽ ഹദി, ഹദിയകൾ കൊടുക്കാനുണ്ടെങ്കിൽ, വമാ നദറൽ ഇൻസാന മിൻ ഷൈഇൻ യകൂന ഫിൽ ഹജ്ജി, ഹജ്ജിൽ സംഭവിച്ച എന്തെങ്കിലും പോരായ്മകൾക്ക് വേണ്ടിയുള്ള നേർച്ചകൾ ഉണ്ടെങ്കിൽ ചിലത് അവിടുന്ന് ചെയ്യേണ്ടതുണ്ട്, ചിലത് നാട്ടിൽ വന്നിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം. പിന്നെയോ വൽയത്തവഫു, പിന്നെയും അവർ തവാഫ് ചെയ്യണം. ഹജ്ജിന്റെ ഭാഗമായി 3 തവാഫ് അയാൾ ബന്ധമായും ചെയ്യണം. ഒന്നേതാ? കേറി ചെന്നപാട് ചെയ്യേണ്ട തവാഫ് ഏതാ? അവിടെ എത്തിയ ഉടനെ തവാഫുൽ ഖുദൂം, ഹജ്ജിനെത്തിയ ആൾക്കാർ. രണ്ടാമത്തേതാ? തവാഫുൽ ഇഫാദ, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ അറവ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടുന്ന തവാഫ്. മൂന്നാമത്തേതാ? തവാഫുൽ വിദാ, ആ നാട്ടിന്ന് മക്കത്തുനിന്ന് പിരിഞ്ഞു പോരുമ്പോ ഹജ്ജിന് പോയ ആൾക്കാര് വിദാഇന്റെ തവാഫ് ചെയ്യണം. ഉംറക്ക് പോയോന് തവാഫുൽ വിദാ ഇല്ല, അവന് ഇപ്പൊ അവിടുന്ന് നാട്ടിക്ക് തിരിച്ചു പോരുകയാണ്. ഒരു തവാഫ് കൂടി ചെയ്ത് പോരണമെങ്കിൽ നല്ലതാണ്, തവാഫിന് വേറെ ചാൻസ് ഇല്ല. എന്നാൽ ഈ 3 തവാഫ് ഏതൊക്കെയാണ്? തവാഫുൽ ഖുദൂം, തവാഫുൽ ഇഫാദ, തവാഫുൽ വിദാ. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താ സുഖല്ലേ, അവിടെ റൂമിൽ പോയി ചെയ്യണതല്ല. ഫസ്റ്റ് ചെന്ന പാട് ഹജ്ജിന് പോയവര് മക്കത്തേക്ക് ചെന്ന് ഹറമിൽ ചെന്നിട്ട് അവിടുന്ന് തവാഫ് ചെയ്യണം. രണ്ടാമത്തേത് മിനയിലേക്കും അറവുണ്ടാവുക. മിനയിന്ന് മക്കത്തേക്ക് വന്നിട്ട് വാഹനം കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ നടക്കേണ്ടി വരും. നടന്നാൽ തന്നെ എത്തുമല്ലോ. നല്ല സമയത്തിന്റെ ഉള്ളിൽ ചെയ്യണമെന്നുണ്ട്, ഇത്ര സമയത്തിന്റെ ഉള്ളിൽ വന്ന് ചെയ്യണമെന്നുണ്ട്. ആ സമയം വന്ന് തവാഫുൽ ഇഫാദ ചെയ്യണം. പിന്നെ വിദാഅ് പിന്നെ കുഴപ്പമില്ല, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോണതിന്റെ മുമ്പ് തന്നെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ഒരു തവാഫുള്ളൂ. അതാണ് ഹജ്ജിന്റെ കഷ്ടതകൾ എന്ന് പറയുന്നത്, ഹജ്ജിന്റെ റിസ്കി എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ നിലക്കുള്ള യാത്രകളാണ്. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന ദൂരവും അവിടുത്തെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുമാണ് ഉണ്ടാവുക.
പൗരാണികമായ ആ ഭവനത്തിനെ അവർ തവാഫ് ചെയ്യട്ടെ, കഅബാലയത്തിനെ തവാഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു തവാഫ് അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ മഹത്വം പറയുന്നത്, കഅബാലയത്തിന്റെ നേരെ മുകളിൽ ഒരു ഭവനമുണ്ട്, ആകാശലോകത്ത് 7-ാം ആകാശത്തിന്റെ മുകളിൽ. ബൈത്തുൽ മഅമൂർ എന്നാണ് അതിന്റെ പേര്. ബൈത്തുൽ മഅമൂർ, ഉംറ എന്നുള്ള വാക്ക് മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിനെ ഇതുപോലെ അവിടെ മലായിക്കത്തുകൾ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തവണ 70,000 മലക്കുകളാണ് തവാഫ് ചെയ്യുക. ഒരു തവണ 70,000 മലക്കുകൾ അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. ആ മലക്കുകൾ പിന്നീട് ഒരിക്കലും അവിടേക്ക് തവാഫിന് വരില്ല. അപ്പൊ എത്ര മലക്കുകൾ ഉണ്ടാവുമെന്ന് കൂടി പഠിക്കും. എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. ഒരു തവണ തവാഫ് ചെയ്ത 70,000 മലക്കുകൾ പിന്നെ അവിടെ വരൂല, പിന്നെ അടുത്ത. അങ്ങനെ അത്രയും മലക്കുകൾ സദാസമയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈത്തുൽ മഅമൂർ ഈ ബൈത്തുൽ അത്തീഖിന്റെ മുകളിലുണ്ട്. ഇവിടെ ഭൂമിയിൽ മനുഷ്യന്മാർ അതിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാര സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അവിടെ തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്താനും അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ആ പുണ്യഭൂമിയിലെത്തി ജീവിതത്തിന്റെ പ്രധാന നിമിഷങ്ങൾ പങ്കുവെക്കാനൊക്കെ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെയുള്ള നമ്മുടെ ക്ലാസ്സിലെ പഠിതാക്കളും അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രയാസങ്ങളെല്ലാം മാറ്റി നാട്ടിൽ വേഗത്തിൽ അവർക്ക് എത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പടച്ചുറപ്പ് പുറത്തും അപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷങ്ങളും അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. നമുക്ക് വേണ്ടി ഏറെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്കെല്ലാം അവരുടെ ജീവിതത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.